ഹല്ലേലൂയ. വളരെ വലിയ സന്തോഷത്തോടെയാണ് ദൈവവചനവുമായി നിങ്ങളൊപ്പമായിരിക്കുന്നത്. മഹത്വത്തിൻ സാന്നിധ്യം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 62-ാം സങ്കീർത്തനം 8-ാം തിരുവചനത്തിൽ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: എന്നും ദൈവത്തിൽ ആശ്രയം വയ്ക്കുവിൻ, അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുവിൻ. വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്, നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ മുൻപിൽ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുന്നവരായിട്ട് മാറുക. ദൈവവചനത്തോടും പരിശുദ്ധാത്മാവിനോടും തുറവിയുള്ളവരായി അല്പസമയം കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇന്നത്തെ ശുശ്രൂഷ പ്രത്യേകമായി നമുക്ക് പാപത്തിന്റെ അടിമത്തത്തിൽ ജീവിക്കുന്ന വ്യക്തികളുടെ വിശുദ്ധീകരണത്തിനു വേണ്ടി നിയോഗമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് വളരെ സന്തോഷത്തോടെ പരസ്പരം ദൈവസ്നേഹം പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യ ജീവിതത്തിന്റെ നശ്വരത തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിനെ പാടി സ്തുതിക്കാം. കുഞ്ഞുങ്ങളൊക്കെ തുള്ളിച്ചാടി നമ്മുടെ കുടുംബങ്ങൾ ദേവാലയങ്ങളായി മാറട്ടെ. ദൈവ സാന്നിധ്യത്തിന്റെ നിറവിൽ എല്ലാവരും എല്ലാം മറന്ന് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. ഈയൊരായുസ്സേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാൻ. ഈയൊരായുസ്സേ നമുക്കുള്ളു സോദരി, ദൈവത്തിനായി ജീവിക്കാൻ. ആ ബോധ്യത്തോടെ പാടിയേ. ഈയൊരായുസ്സേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാൻ. ഈയൊരായുസ്സേ ഉള്ള സോദരി, ഈയൊരായുസ്സേ നമുക്കുള്ളു സോദരി, ദൈവത്തിനായി. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ചേർന്ന് പാടിയേ. പാടാം നമ്മെ മറന്നു നമ്മൾ, സ്തുതിക്കാം നമുക്ക് യേശുരാജനെ. കർത്താവ് ഞങ്ങളെ പാടി സ്തുതിക്കുക. കരങ്ങൾ ഉയർത്തിയടിച്ച്. ഈയൊരായുസ്സേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാൻ. ഈയൊരായുസ്സേ നമുക്കുള്ളു സോദരി, ദൈവത്തിനായി ജീവിക്കാം. ആ ബോധ്യത്തോടെ പരസ്പരം പറഞ്ഞു പാട്. നിരാശപ്പെടാൻ കാര്യം 10 ഉണ്ടെങ്കിൽ ആനന്ദിക്കാനുള്ളതായിരങ്ങൾ. നിരാശപ്പെടാൻ 10 ഉണ്ടെങ്കിൽ ആനന്ദിക്കാനുള്ളതാ. ഒരിക്കൽ കൂടെ പരസ്പരം പറഞ്ഞു പാടി. നിരാശപ്പെടാൻ കാര്യം 10 ഉണ്ടെങ്കിൽ ആനന്ദിക്കാനുള്ളതായിരങ്ങൾ. കരഞ്ഞെന്തിനായുസ് പാഴാക്കുന്നു, സ്തുതിച്ചു നിൻ വിശ്വാസം വെളിവാക്കിടുക. കരഞ്ഞെന്തിനായുസ് പാഴാക്കുന്നു, സ്തുതിച്ചു നിൻ വിശ്വാസം വെളിവാക്കിടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുള്ളിച്ചാടി ആനന്ദിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുവശങ്ങളിൽ കരമടിച്ച്. ഈയൊരായുസ്സേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധി. എല്ലാം മറന്ന് അൽപ്പടി സ്വരത്തിൽ. ഈയൊരായുസ്സേ നമുക്കുള്ളു സോദരി, ദൈവത്തിനായി ജീവിക്കാം. കരങ്ങൾ ഉയർത്തി അടിച്ച്. പാടാം നമ്മെ മറന്നു നമ്മൾ, സ്തുതിക്കാം നമുക്ക് യേശുരാജനെ. പാടാം നമ്മെ മറന്നു നമ്മൾ, സ്തുതിക്കാം യേശുരാജനെ. പാടാം നമ്മെ മറന്നു നമ്മൾ, സ്തുതിക്കാം യേശുരാജനെ. ഇരുകരങ്ങൾ കർത്താവിന്റെ സാന്നിധ്യത്തിൽ മുൻപിലേക്ക് ഉയർത്തി നിലവിളിച്ചു പ്രാർത്ഥിക്കും. മക്കളെ, കർത്താവ് ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയം. വർഷങ്ങളായി മദ്യപാനത്തിന് ബന്ധനത്തിൽ പിശാച് കെട്ടിവെച്ചിരിക്കുന്ന സകല ജീവിതങ്ങളെ സ്വതന്ത്രമാക്കണമേ. മദ്യപാന ആസക്തികള്, ജനികാസക്തികള്, മേച്ഛകരമായ ബന്ധനങ്ങള് യേശുവിന്റെ നാമത്തിൽ കത്തിച്ചാമ്പലാകട്ടെ. ഹല്ലേലൂയ.
ചില കെട്ടുകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നു, ചില മുഖങ്ങൾ ഒടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആത്മാവേ പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം മറന്ന് ആരെയും ശ്രദ്ധിക്കേണ്ട, കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി യേശുവിനെ വിളിക്കേ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, കുഞ്ഞുങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഈ തലമുറയെ വിശുദ്ധീകരിക്കണമേ. പാപകരമായ ബന്ധനങ്ങളിൽ മാനസാന്തരമില്ലാതെ ജീവിക്കുന്ന അനേകം ആയിരങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജനീക ബന്ധനങ്ങൾ തകരട്ടെ, വ്യഭിചാരാസക്തികൾ കത്തിച്ചാരമാകട്ടെ, അവിഹിത വേക്ഷകള്, തെറ്റായ ബന്ധങ്ങള്, ചീത്ത കൂട്ടുകെട്ടുകള് യേശുവിന്റെ നാമത്തിൽ ഛിന്ന ഭിന്നമാകട്ടെ. വരിക, വരിക പരിശുദ്ധാത്മാവേ, ജീവിതങ്ങളിലേക്ക് വരിക, തലമുറകളിലേക്ക് വരിക. പിശാച് വിതച്ചിരിക്കുന്ന സകല കളകളെയും പരിശുദ്ധാത്മാവേ പിഴുതുകളയുക. റിലീസ്. ഗ്ലോറി, 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 ഗ്ലോറി. നമ്മുടെ നിയോഗങ്ങളിലേക്ക് ആത്മാവ് വരുന്നു. വിളിച്ചു പ്രാർത്ഥിക്കുക മക്കളെ. പരിശുദ്ധാത്മാവേ വരിക, 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 വരിക. വചനമായി, അഭിഷേകമായി, സൗഖ്യമായി, അനുഗ്രഹമായി, അത്ഭുതമായി വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. ഞങ്ങളിൽ വന്ന് നിറയുക, ഞങ്ങളിൽ കത്തി പടരുക, ഞങ്ങളെ കത്തി ജ്വലിപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, മാനസാന്തര അനുഭവമില്ലാത്ത, അനുതാപമില്ലാത്ത എല്ലാ ജീവിതങ്ങളെയും അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് ത്രിയേക ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. സകല വിശുദ്ധരെ, അപ്പോസ്തലന്മാരെ ഇന്നത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുന്നത് പ്രവർത്തികൾക്ക് അനുസൃതമായ പ്രതിഫലം എന്ന സന്ദേശമാണ്. വളരെ പ്രാർത്ഥനയോടെ ഹൃദയം കർത്താവിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിന്റെ മുൻപിൽ നമുക്കായിരിക്കാം. മത്തായി സുവിശേഷം 16-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ ദൈവവചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: മനുഷ്യപുത്രൻ സ്വപിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുക. കർത്താവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തികൾക്ക് അനുസൃതമായ പ്രതിഫലമാണ് നമുക്ക് ലഭ്യമാകുന്നത്. പ്രിയ സഹോദര, സഹോദരി, ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം. നമ്മൾ സൂക്ഷ്മതയുള്ളവരായി ജാഗ്രതയോടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവവചനം നമ്മെ നിർദ്ദേശിക്കുകയാണ്. വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ വീണ്ടും ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ഇതാ ഞാൻ വേഗം വരുന്നു, എന്റെ സമ്മാനവും എന്റെ കയ്യിലുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ പ്രവർത്തികൾക്ക് അനുസൃതമായ പ്രതിഫലം നൽകുവാനാണ് ഞാൻ വരുന്നത്. പ്രിയ ദൈവമക്കളെ, അന്ത്യവിധിയിൽ ഞാനും നിങ്ങളും കർത്താവിന്റെ മഹത്വപൂർണമായ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ അവിടെ കർത്താവ് അറിയുന്നത് നമ്മുടെ പൊസിഷൻ അല്ല, നമ്മുടെ സ്ഥാനമാനങ്ങളല്ല കർത്താവ് അറിയുന്നത്. നമ്മുടെ സൗന്ദര്യമോ ആരോഗ്യമോ വിദ്യാഭ്യാസ ഡിഗ്രികളോ നമ്മുടെ ആൾബലമോ ഒന്നുമല്ല കർത്താവ് അറിയുന്നത്. അവിടെ ദൈവം അറിയുന്നത് എന്റെയും നിങ്ങളുടെയും പ്രവർത്തികളാണ്. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം
15-ാം തിരുവചനത്തിൽ കാണാൻ പറ്റും, ഞാൻ നിന്റെ പ്രവർത്തികൾ അറിയുന്നു. ലവോദിക്കിയ സഭയെ നോക്കി കർത്താവ് സംസാരിക്കുക, ഞാൻ നിന്റെ പ്രവർത്തികൾ അറിയുന്നു. ഇന്ന് അനേകർ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ബ്രെയിൻ പവർ കൊണ്ട്, മസിൽ പവർ കൊണ്ട്, മണി പവർ കൊണ്ട് നമ്മുടെ പ്രവർത്തികളെ നമുക്ക് മറയ്ക്കാമെന്ന്. എന്നാൽ ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്, അത് ഈ ലോകത്തിലെ ആർക്കും സാധ്യമല്ല. കാരണം പ്രവർത്തികൾ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്, അവന്റെ പേര് യേശു ക്രിസ്തു എന്ന. അതാ ലവോദിക്കിയ സഭയെ നോക്കി കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്റെ പ്രവർത്തികൾ അറിയുന്നു. ഓരോരുത്തർക്കും അവരുടെ പൊസിഷൻ അനുസരിച്ച് പ്രതിഫലം നൽകാമെന്നല്ല കർത്താവ് പറഞ്ഞത്. അവരുടെ വിദ്യാഭ്യാസം അനുസരിച്ച്, അവരുടെ ആരോഗ്യം അനുസരിച്ച്, സൗന്ദര്യം അനുസരിച്ച്, അവർക്കുള്ള സമ്പത്ത് അനുസരിച്ച് പ്രതിഫലം നൽകാമെന്നല്ല, പ്രവർത്തികൾക്കനുസൃതമായ പ്രതിഫലം. നമ്മളൊക്കെ മരിച്ച വീടുകളിൽ ചെല്ലുമ്പോൾ പാടുന്നൊരു പാട്ടുണ്ട്, വളരെ മനോഹരമായൊരു പാട്ടാ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ, കൂടെ പോരുന്നു നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ, കൂടെ പോരുന്നു നിൻ ജീവിത ചെയ്തികളും. നമ്മുടെ കൂടെ പോരുന്നത് നമ്മുടെ സമ്പത്തല്ല, നമ്മുടെ കൂടെ പോരുന്നത് നമ്മുടെ ആരോഗ്യമല്ല, നമ്മുടെ കൂടെ പോരുന്നത് സ്ഥാനമാനങ്ങളോ ഈ ലോകത്തിൽ നമ്മൾ സമ്പാദിച്ച പദവികളോ അല്ല, വസ്തുവകകളല്ല. വചനം സാക്ഷ്യപ്പെടുത്തുകയാ, കൂടെ പോരുന്നത് നമ്മുടെ പ്രവർത്തികളാണ്. ഈ സത്യം വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വെളിപാടിന്റെ പുസ്തകം 14-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ അവിടെ വചനം പ്രഖ്യാപിക്കുകയാണ്, ഇതാ ഞാനൊരു സ്വരം കേട്ടു. യോഹന്നാൻ പറയാ, ഞാനൊരു സ്വരം കേട്ടു, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതി അടയുന്നവർ അനുഗ്രഹീതർ. കർത്താവിൽ മൃതി അടയുന്നവരെ, ലോകത്തിലല്ല, കള്ളിലല്ല, വ്യഭിചാരത്തിലല്ല, മ്ലേച്ഛതയിലല്ല, പാപകരമായ അശുദ്ധ ജീവിതത്തിലല്ല, കർത്താവിൽ മൃതി അടയുന്നവർ ഭാഗ്യവാന്മാർ, അനുഗ്രഹീതർ. തുടർന്ന് യോഹന്നാൻ പറയാണ്, അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും, അവരുടെ പ്രവർത്തികൾ അവരെ അനുഗമിക്കുന്നു. ഞാൻ ഈ വചനം വായിച്ച് വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. എന്നെ ഒത്തിരിയേറെ ചിന്തിപ്പിച്ചൊരു വചനമാണ്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ വചനത്തിന് മുൻപിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ കൃത്യതയോടെ നമ്മൾ പരിശോധിക്കണം. തോന്നിയതുപോലെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. മൃഗങ്ങളെ പോലെ സദാചാര ബോധമില്ലാതെ, മൂല്യങ്ങളില്ലാതെ ജീവിക്കാനായി വിളി ലഭിച്ചവരല്ല നമ്മൾ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നമ്മുടെ പ്രവർത്തികൾ നമ്മെ അനുഗമിക്കുന്നു. പ്രവർത്തികൾ മാത്രമാണ് നമ്മളെ അനുഗമിക്കുന്നത്. ഈ ഒരു ചിന്ത എന്നെയും നിങ്ങളെയും ഭരിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൃത്യതയോടെ ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കും. നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധിയിൽ നമ്മളെ തന്നെ കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ വില കൊടുക്കും. അന്ത്യവിധിയിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ എത്ര പേര് അന്ത്യവിധിയിൽ വിശ്വസിക്കുന്നുണ്ട്? ചിലർക്കൊരു സംശയം, അങ്ങനെ സംഗതി ഉണ്ടോ എന്ന്. നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്. കർത്താവിന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ നമ്മളെല്ലാം ഒരു ദിവസം വിധി കേൾക്കുവാനായി നിൽക്കേണ്ടി വരും. ഈ സമയത്ത് എന്താ ഉണ്ടാവുന്നത്? വചനം വെളിപ്പെടുത്തുകയാ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. അവിടെ വചനം പ്രഖ്യാപിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഓരോരുത്തരും താങ്കളുടെ ശരീരത്തിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുവാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിനു മുൻപിൽ നിൽക്കേണ്ടി വരും. ഞാനും നിങ്ങളും ഈ ശരീരത്തിൽ ചെയ്തിട്ടുള്ള നന്മയായിട്ടുള്ളതും തിന്മയായിട്ടുള്ളതും. നന്മയായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിനോട് നമ്മൾ നന്ദി പറയണം. അതെല്ലാം
നിത്യതയിൽ നമുക്ക് വലിയ മുതൽക്കൂട്ടായിട്ട് മാറും, സമ്പത്തായിട്ട് മാറും. എന്നാൽ തിന്മ, ഈ ശരീരത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള തിന്മകള്, എന്തൊക്കെ തിന്മകൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത്, ആരും അറിയില്ല, ആരും കാണില്ല, ആരോടും പറയണ്ടെന്ന് വിചാരിച്ച് ഭാര്യയെ മറച്ചു വെച്ച്, ഭർത്താവിനെ മറച്ചു വെച്ച്, മക്കളെ മറച്ചു വെച്ച്, മാതാപിതാക്കളെ ഹൈഡ് ചെയ്ത്, കൂടെ നിൽക്കുന്നവരെയും പ്രിയപ്പെട്ടവരെയും മറച്ചു വെച്ച് പലപ്പോഴും നമ്മൾ ശരീരത്തിൽ ചെയ്യുന്ന പല തിന്മകളും കർത്താവ് പറയാണ്, അന്ത്യവിധിയിൽ അതെല്ലാം വെളിപ്പെടും. ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ നാളുകൾക്ക് മുൻപ് ഉണ്ടായൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. എറണാകുളത്തുള്ള ലക്ഷർ ഹോസ്പിറ്റലിൽ ഒരു വലിയ ബിസിനസ്സുകാരൻ, അദ്ദേഹം മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് രോഗശയ്യയിൽ കിടക്കുകയാണ്. ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കടന്നു ചെന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ എന്റെ കരങ്ങളിൽ പിടിച്ച് എന്റെ കണ്ണുകളിലേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സന്തോഷേ, ജീവിതത്തിൽ ഒന്നിനും കുറവില്ലാതെ ജീവിച്ചവനെ ഞാൻ. ഇഷ്ടം പോലെ സമ്പത്ത് എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഈ കിടക്കയിൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ കിടക്കുമ്പോൾ അതെല്ലാം ഒരു ശൂന്യതയായിരുന്നുവെന്ന് എനിക്ക് അനുഭവപ്പെടുകയാണ്. പ്ലീസ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ വാവിട്ട് കരയാം. അദ്ദേഹം പറയാണ്, ഈ കോടിക്കണക്കിന് രൂപയെല്ലാം വെറും കടലാസ് കഷ്ണങ്ങളായി എന്നെ നോക്കി ചിരിക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, ഇത് കർത്താവിന്റെ സ്വരമാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, 7-ാം അധ്യായത്തിൽ അവിടെ നോഹ എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യൻ. എനിക്ക് ഇഷ്ടപ്പെട്ട വിശുദ്ധ ബൈബിളിൽ ഒരു കഥാപാത്രമാണ് നോഹ. നോഹയെയും അവന്റെ കുടുംബത്തെയും ദൈവം തന്നെ പെട്ടകത്തിലോട്ട് കയറ്റി കർത്താവ് ആ പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കുകയാണ്. നോഹയല്ല വാതിൽ അടച്ചത്, ദൈവം അടയ്ക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം 7-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയാണ്, കർത്താവ് നോഹയെ പെട്ടകത്തിൽ അടച്ചു. ദൈവം പറഞ്ഞതുപോലെ ഭൂമുഖത്ത് ഫ്ലഡ്, പ്രളയമുണ്ടായി. അങ്ങനെ വെള്ളം ഇങ്ങ് പൊന്താൻ തുടങ്ങി. ഈ സമയത്ത് നമുക്ക് കാണാൻ പറ്റും, നോഹയെ പെട്ടകത്തിൽ അടച്ച് പെട്ടകത്തിന്റെ ആ വാതിലിന്റെ താക്കോൽ ദൈവം നോഹയുടെ കയ്യിൽ കൊടുത്തില്ല. ദൈവം ആ താക്കോൽ തന്റെ പോക്കറ്റിലിട്ടു. ഞാൻ പലപ്പോഴും ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഈ പെട്ടകത്തിന്റെ താക്കോൽ ദൈവം നോഹയുടെ കയ്യിൽ ഏൽപ്പിക്കാഞ്ഞത്? കാരണമുണ്ട്. നമ്മുടെ ദൈവം നീതിയുടെ ദൈവമാണ്. ഈ വെള്ളം ഇങ്ങ് പൊന്തി കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും, അന്നത്തെ ആ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് മനസ്സിലാവും, നോഹ പറഞ്ഞത് ശരിയാണെന്ന്. അവര് മരണത്തെ മുന്നിൽ കാണുമ്പോൾ ഈ പെട്ടകത്തിനടുത്തേക്ക് ഓടി വന്ന്, ഈ പെട്ടകത്തിനടുത്തേക്ക് നീന്തി വന്ന് അവർ പറയും, ഈ പെട്ടകത്തെ തട്ടി മുട്ടിക്കൊണ്ട് പറയും, നോഹയെ പ്ലീസ് ഒന്ന് തുറക്കടാ, ഒന്ന് തുറക്കടാ, ഞങ്ങൾക്കൊരു അവസരം എന്താ, ഒന്ന് ഞങ്ങളെ രക്ഷിക്കുന്നു പറഞ്ഞ് നോഹ ഈ പെട്ടകത്തിന്റെ മേൽ അവർ മുട്ടാൻ തുടങ്ങും. ഇത് നോഹയുടെ ആന്റിയുണ്ട്, നോഹയുടെ വല്യപ്പനുണ്ട്, നോഹയുടെ ചിറ്റപ്പനുണ്ട്, നോഹയുടെ ചേട്ടനുണ്ട്, നോഹയുടെ ഭാര്യയുടെ അഞ്ചത്തിയുണ്ട്, ചേച്ചിയുണ്ട്, ഇവരൊക്കെ വല്യമ്മിച്ചി ഒക്കെ ഈ ഗ്രൂപ്പിലുണ്ട്. ഇവരെല്ലാം വന്ന് മുട്ടുമ്പോൾ ഞാൻ ചിന്തിച്ചു, ഇപ്പൊ നോഹയുടെ ഭാര്യ പറയാം, എന്റെ പൊന്നു ചേട്ടായി, എന്റെ ചേച്ചി കരയുന്ന സ്വരാണല്ലോ കേൾക്കുന്നത്, പ്ലീസ് എങ്ങനെയെങ്കിലും ഒന്ന് വാതിൽ തുറന്നു കൊടുക്കുക, ചേച്ചി എങ്ങനെയെങ്കിലും ഒന്ന് കയറ്റി, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കേ എന്നൊക്കെ പറഞ്ഞപ്പോ നോഹയുടെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ നീതി അവിടെ നഷ്ടപ്പെട്ടു പോകും. കാരണം പ്രവർത്തികൾക്കനുസൃതമായി, നിഷ്പക്ഷമായി, മുഖപക്ഷമില്ലാതെ വിധിക്കുന്നൊരു ദൈവമാണ്, പ്രതിഫലം നൽകുന്നൊരു ദൈവമാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് തന്നെ ദൈവം തന്റെ നീതി അവിടെ തെളിയിക്കുകയാ. പ്രിയമുള്ളവരെ, പെട്ടകത്തിന്റെ താക്കോൽ കർത്താവ് നോഹയ്ക്ക് കൊടുക്കാതെ കർത്താവ് ഇത് പോക്കറ്റിലിട്ടു. അവർക്ക് ഓരോരുത്തർക്കും എന്താ സംഭവിച്ചേ? അവരുടെ പ്രവർത്തികൾക്ക് അനുസൃതമായ പ്രതിഫലം ലഭിച്ചു. പ്രിയ ദൈവമക്കളെ, ഈ തിരുവചനത്തിലൂടെ എന്താ പരിശുദ്ധാത്മ പറയുന്നത്? നമ്മുടെ ജീവിതത്തെ നമ്മൾ ദൈവവചനപ്രകാരം ചിട്ടപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ പരിശുദ്ധി നമുക്ക് സൂക്ഷിക്കണം. ശരിയാ, നമുക്ക് ഇഷ്ടം പോലെ പൈസയുണ്ടെന്നേ, നമുക്ക് ഇഷ്ടം പോലെ ബുദ്ധിയുണ്ട്, കഴിവുകളുണ്ട്, ആരോഗ്യമുണ്ട് എന്ന് വിചാരിച്ച് എന്തും ചെയ്യാമെന്നുള്ള നമ്മുടെ തെറ്റായ ചിന്തയുണ്ടല്ലോ, അത് അപകടമാണ്. അത് പിശാച് നൽകുന്ന വഞ്ചനയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ തിരുവചനത്തിലൂടെ കർത്താവ് പഠിപ്പിച്ച ആത്മീയ സത്യം സ്വീകരിച്ച് നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ ഒരുക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരുക്കണം, നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ ഒരുക്കണം. എന്ത് കണ്ടുകൊണ്ട്? ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ ഒരു ദിവസം
നമ്മളെല്ലാം പ്രതിഫലത്തിന് വേണ്ടി നിൽക്കേണ്ടി വരുമെന്നുള്ള ആ സത്യം, യാഥാർത്ഥ്യം കണ്ടുകൊണ്ട് ദൈവസ്നേഹത്തെ പ്രതി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. കർത്താവ് ഒരു വചനം കൂടി നമുക്ക് തരികയാണ്. സഭാപ്രസംഗിന്റെ പുസ്തകം 12-ാം അധ്യായം 14-ാം തിരുവചനത്തിലൂടെ വചനം വെളിപ്പെടുത്തുകയാണ്. നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും, ഇത് മനസ്സിലാക്കണം, കൂരിരുട്ടിൽ ആരും കാണില്ലെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന, നമ്മൾ പറയുന്ന, നമ്മൾ കാട്ടിക്കൂട്ടുന്ന സകല നിഗൂഢമായ പ്രവർത്തികള് ശ്രദ്ധിക്കണം കേട്ടോ. എന്നെ വല്ലാതെ സ്വാധീനിച്ച വചനത്. നമ്മുടെ പ്രവർത്തികൾ അറിയുന്നൊരു ദൈവ. എന്റെ കൂടെ നിൽക്കുന്ന എന്റെ ആത്മീയ കൂട്ടായ്മയിലുള്ള എന്റെ പ്രിയപ്പെട്ട സ്നേഹിതർക്ക് ഞാൻ അവരെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, അവരെന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്റെ പ്രവൃത്തികൾ അറിയത്തില്ല. പക്ഷെ അതറിയുന്ന ഒരുവനുണ്ട്, അതറിയുന്നൊരു കർത്താവുണ്ട്. അതാ വചനം പറയുന്നത്, നല്ലതോ ചീത്തയോ ആയ സകല പ്രവർത്തികൾ എന്നല്ല പറയുന്നത്, നിഗൂഢ പ്രവർത്തികള്. ഹല്ലേലൂയ. കൃത്യമാണ് വചനം. ഇതെല്ലാം ദൈവം എന്ത് ചെയ്യും? തന്റെ നീതിപീഠത്തിന്റെ മുൻപിൽ കൊണ്ടുവരും. അന്നാണ് നമ്മുടെ കളികള് വെളിച്ചത്താകുക. നമ്മുടെ പ്രിയമുള്ളവർ, അങ്ങനെ ഒരു ദിവസം ഉണ്ടെന്ന് മനസ്സിലാക്കി വിശ്വസിക്കുക. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്ത്. ഒരു പുതിയ ജീവിതം, ഒരു പുതിയ സമർപ്പണം നമുക്ക് ഈ ശുശ്രൂഷയിലൂടെ കർത്താവിന് കൊടുക്കാം. തുടർന്ന് വരുന്ന ആരാധന ശുശ്രൂഷയിൽ ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുക. പൊന്നു കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക്, എന്റെ ഭാര്യയിലേക്ക്, എന്റെ ഭർത്താവിലേക്ക്, എന്റെ മാതാപിതാക്കളിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് അങ്ങ് വിശുദ്ധീകരിക്കുന്ന അഗ്നിയായി കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അൾത്താരയിൽ പൂജ്യ ബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. പരമപരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മുൻപിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. വലിയ വിശ്വാസത്തോടെ പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് നോക്കാം. ഇന്നത്തെ നമ്മുടെ ആരാധനയുടെ മുഖ്യ നിയോഗം എന്ന് പറയുന്നത് കുടുംബ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെയും അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള ആരാധന ശുശ്രൂഷയാണ്. ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ തകർച്ചയുടെ വക്കിലാണ്. കുടുംബങ്ങളിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല. കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ അഭിഷേകവും ശക്തിയും ഒഴുകപ്പെടുവാൻ വേണ്ടി സ്വരമുയർത്തി യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം. യേശുവേ, 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 പ്രവർത്തിക്കണമേ, കുടുംബങ്ങളിൽ പ്രവർത്തിക്കണമേ. തകർന്നുകൊണ്ടിരിക്കുന്ന, നശിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും ഇവിടുത്തെ അഭിഷേകത്തിന് കരങ്ങൾ നീട്ടണമേ. ഹാലലൂയ, ഹാലലൂയ. കുടുംബബന്ധങ്ങളുടെ തകർച്ചയുടെ പുറകിലുള്ള എല്ലാ പൈശാചികമായ അടിമത്തങ്ങളും യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള അത്ഭുത നാമത്തിൽ ഛിന്നഭിന്നമായി പോകട്ടെ, കത്തിച്ചാരമാകട്ടെ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഇരുകരങ്ങളും കർത്താവിന്റെ തിരുമുൻപിലേക്ക് ഉയർത്തി എല്ലാ കുടുംബങ്ങളെയും ഈശോയുടെ മുൻപിൽ വെച്ചുകൊടുത്ത് പ്രാർത്ഥിക്കുക. കുടുംബങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ കടന്നു വരുവാൻ പ്രിയ സഹോദര സഹോദരി കുടുംബങ്ങൾക്ക് വേണ്ടി നിലവിളിക്കേ. ഹാലലൂയ, ഹാലലൂയ. എല്ലാ അടിമത്തങ്ങളെയും തകർക്കണമേ, എല്ലാ ബന്ധനങ്ങളെയും അഴിക്കണമേ, എല്ലാ കെട്ടുകളെയും പൊട്ടിക്കണമേ. കലഹത്തിന്റെ, വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ
മാത്സര്യത്തിന്റെ ദുരാത്മാക്കളെ പരിശുദ്ധാത്മാവെ കത്തിച്ചാമ്പലാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, കുടുംബങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ, കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. ഇത് അനേകം കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ കൃപ പെരുമഴ പോലെ പെയ്തിറങ്ങുന്നു. നിങ്ങൾ സ്വീകരിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്ക്. യേശോയെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി പിതാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി.